ഹായ്. എന്താ കഴിക്കാൻ പോണേ? ഞാൻ ഓ ബട്ടർ നാൻ. ബട്ടർ നാനാണോ പ്ലെയിൻ നാൻ? ബട്ടർ നാൻ. ബട്ടർ നാൻ ഉണ്ടാക്കിയ കഴിക്കാൻ പോണ ആളിക്ക് ഇതൊന്നും അറിയില്ലേ? അമ്മ ഞാൻ ഇത് നല്ലതാണ്, ഇതെടുത്ത് കഴിക്കാൻ. ബട്ടർ നാന് കോമ്പിനേഷൻ ചിക്കൻ, സ്പെഷ്യൽ ചിക്കൻ കറി വീഡിയോ വരുന്നുണ്ട്. ചിക്കൻ അവിടെയും ചിക്കൻ ഇവിടെയും ചിക്കൻ, ബട്ടർ നാൻ വേണ്ടേ? അപ്പോൾ കഴിച്ചോക്കട്ടെ. കഴിച്ചോ. സൂപ്പർ കേട്ടോ. ആണോ? അമ്മുക്കുട്ടിയാ? അമ്മുവിൻ്റെ സ്പെഷ്യലാണോ ഇത്? ഓ, അമ്മു ഒരു ബിഗ് താങ്ക്സ്. ഫോൺ അമ്മു സ്പെഷ്യൽ. ഞാൻ ചിക്കൻ കറി അല്ലേ ഇത്? അങ്ങനെ തന്നെയല്ലേ പറയാനുള്ളത്? ചിക്കൻ കറി ഞാന് അമ്മുവിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഗ്രേറ്റ്. അപ്പോൾ അമ്മുക്കുട്ടി ബട്ടർ നാൻ ഉണ്ടാക്കുകയാണ്. അമ്മുക്കുട്ടിയുടെ പ്രിപ്പറേഷനാണ് അമ്മുക്കുട്ടിയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ മുന്നിലോട്ട് വരുന്നില്ല കേട്ടോ പുള്ളിക്കാരി. മൈദയാണ് എടുക്കുന്നത്. അവൾ എത്രയൊക്കെ എടുത്തെന്നോ എങ്ങനെയൊന്നും എനിക്കറിയില്ല. കാരണം ആ സമയത്ത് ഞാൻ അവളുടെ അടുക്കലുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, മമ്മി നമുക്ക് ഈവനിങ് സ്നാക്സും എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ സ്നാക്സ് ഉണ്ടാക്കിയാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ എണ്ണയൊക്കെ ഒരുപാട് കഴിച്ചുകൂടാത്തത് കൊണ്ട് നമ്മളിപ്പോൾ സ്നാക്സ് കഴിപ്പൊന്നുമില്ല. അപ്പോൾ അവളോട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു രാത്രി കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാം. മൈദ കഴിച്ചുകൂടാ, ഡയറ്റിൽ മൈദ ശരിയല്ല, പക്ഷേ എങ്കിൽ പിന്നെ നാൻ ഉണ്ടാക്കാം എന്നു ആയി. ബട്ടർ നാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൾ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നെല്ലാം കേട്ടോ. മൈദ പാൽപ്പൊടിയാണ് അവൾ ഇടുന്നതെന്ന് അവൾ ഇടുന്ന കണ്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട് പാൽപ്പൊടിയൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. പുള്ളിക്കാരി പോയി. അപ്പോൾ പാൽപ്പൊടി മൈദ ഇതിട്ടു. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പ് അങ്ങനെയുള്ള എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ സമയം ഇടാം. അതൊക്കെ നല്ല ഓർഡർലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവർ രണ്ടുപേരും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വീഡിയോ പിടിക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ കണക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, എന്ത് വെള്ളം ഒഴിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബട്ടർ നാൻ ഉണ്ടാക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അമ്മു ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനതേ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കറണ്ടൊക്കെ പോയി വന്നു, അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നേ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അടുക്കളയിൽ നല്ല പണി കിടക്കുന്നുണ്ട്. അപ്പോൾ ജോലിയൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിത് ഇങ്ങോട്ട് വന്ന് നമ്മളിത് ഇപ്പോൾ അവൾ ഇതിലിടുന്ന ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റാണ് ഇടുന്നത്. ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇവളെന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഞാനത് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ഇട്ടു. അപ്പോൾ ചോദിക്കും ഇത് ഹെൽത്തിന് നല്ലതാണോ? ഹെൽത്തിന് നല്ലതല്ല. മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒരിക്കലും നാൻ ഉണ്ടാക്കി കഴിച്ചെന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ കഴിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു ശരീരത്തിന് ദോഷമുള്ളൂ കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് പരുവപ്പെടുത്തുകയാണ് കേട്ടോ. ഞാൻ ആദ്യം അമ്മോട് പറഞ്ഞു, അമ്മ നമുക്ക് പെറോട്ട ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അതിലൊരുപാട് എണ്ണയാവും, അത് നമ്മുടെ ശരീരത്തിന് ദോഷമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയൊക്കെ എന്നെ മമ്മീന്ന് വിളിക്കുമെങ്കിലും മോളെ എന്നാണ് ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം മോളെ, ഇങ്ങനെ ചെയ്യാം മോളെ എന്നൊക്കെ എന്നോട് പറയുന്നത് കേട്ടോ. ബട്ടറാണ് തേക്കുന്നത് കേട്ടോ. ബട്ടറും കൂടി തേച്ചു. അപ്പോൾ നമ്മൾ എൻ്റെ പൊന്നോ, ഇത് പറയേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൂടുതലാണ് കേട്ടോ. നമ്മൾ ബട്ടറൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ബട്ടർ കുറച്ച് നാളൊക്കെ മുമ്പേ വാങ്ങിച്ചപ്പോഴത്തേക്ക് 50 രൂപയായിരുന്നു. ഇതിപ്പോൾ 75 രൂപയാണ് കേട്ടോ. അപ്പോൾ മാവ് ഒരു അരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ചു. ഇനി ഇതിനൊരു കറി ഉണ്ടാക്കണമല്ലോ.
ഒരു പാൻ വെച്ച് കൊടുത്തു. അത് 2-3 കറിവേപ്പില കിടന്നു കേട്ടോ, അതതി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടുതൽ ഇടണം നമ്മുടെ ഈ എരിവ് കുറഞ്ഞിരിക്കാൻ 3 സ്പൂൺ ഇട്ട് കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് എടുക്കണം. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇതാക്കും, അല്ലെങ്കിൽ അമ്മച്ചി വന്ന് ചൂടാക്കും, അങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കി. അമ്മ ക്യാമറ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് പോയി ഇനി പുറത്തിറങ്ങുമ്പോൾ നല്ല വട്ടം കിട്ടി. അപ്പം നമുക്കിങ്ങനെ അവിടെ ഒരു പ്രകാശമുണ്ട്, നമുക്ക് ചെയ്യാം, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുത്ത് അതിനെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുത്തു, വേറൊരു പാത്രം വെച്ച് കൊടുത്തു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇന്ന് കുറച്ച് ലാവിഷാണ്, ഹെൽത്തി ആണോ എന്ന് ചോദിച്ചിട്ട് അല്ല, എങ്കിലും ചെയ്യാണ് കേട്ടോ. 2 സ്പൂൺ പെരുംജീരകമാണ് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോഴത്തേക്കും എണ്ണ നന്നായിട്ട് ചൂടാവണമായിരുന്നു. മഴക്കോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ ഇവിടെ പറക്കി വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴക്കോൾ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിനെയൊക്കെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് അമ്മോ പാറോ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഇങ്ങനെ എടുത്തു തരും. അപ്പോൾ അവർക്ക് ബിസിയാണ്, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ബിസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകി, ചിക്കൻ വാങ്ങിക്കാൻ പറ്റാത്ത വിധം ചിക്കന് വില കൂടുതലാണ്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ ബട്ടർ നാനിൻ്റെ കൂടെ ചിക്കൻ തന്നെ ആവാമെന്ന് വിചാരിച്ചു. ചിക്കനാണ് നന്നായിട്ട് കഴുകി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി കഴുകിയ ചിക്കൻ ആ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതിനെ നമുക്ക് ഒരു ഡീപ്പ് ഫ്രൈ അല്ല, ഇങ്ങനെ ഇട്ടൊന്ന് ഫ്രൈ ആക്കാം. ഇങ്ങനെ ഇട്ട് ഇളക്കി ഇട്ടു. അപ്പോൾ ഇതിൽ നിന്നിട്ട് വെള്ളം ഊറി ഇറങ്ങും. ആ വെള്ളത്തിനെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലാവിഷ് കറിയാണ് കേട്ടോ. ഇത് വല്ലപ്പോഴും കൂടി മാത്രം ഉണ്ടാക്കാവുന്ന തട്ടിക്കൂട്ട് കറിയല്ല, ഇത് ലാവിഷ് കറിയാണ്. അപ്പോൾ എന്നും നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് കിടന്ന് അതിൻ്റെ വെള്ളം വറ്റി എണ്ണയിലിങ്ങനെ ഫ്രൈ ആയും കൂടെ വരണം. ആഹാ, പോളി മാസാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ. എന്താ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുക കേട്ടോ എണ്ണ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് ഞാൻ തലയിലൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതിനെ വെള്ളം വറ്റി വരുന്നുണ്ട്, പകുതി ഫ്രൈ ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റി ഇങ്ങനെ ആയി വരണം. ആഹാ, 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ, അമ്മച്ചി വേറൊരു കാര്യം മറന്നുപോയി. ചെറിയ ഉള്ളിയോടെ അരിഞ്ഞു വെച്ചിരുന്നു, മറന്നുപോയി. അത് വേറെ ആക്കിയിടാം. ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ വെള്ളത്തിലും ഒക്കെ കിടന്ന്, ഈ എണ്ണയിലും വെള്ളത്തിലും കിടന്ന് ഇതൊന്ന് റെഡിയാവും. ഇത് ചോറിൻ്റെ കറിയല്ല എന്ന് ഞാൻ എടുത്തു പറയാം. ചോറിനും കഴിക്കാമെങ്കിലും ഒരു വെറൈറ്റി കറിയാണ്, സൂപ്പറാണ്. അപ്പോൾ കാക്കച്ചിക്ക് ഇഷ്ടമായി, കാക്കച്ചി സൂപ്പറാന്ന് പറഞ്ഞല്ലോ. കാക്കച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കാക്കച്ചി പറയുകയും ചെയ്തു. അപ്പോൾ ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുന്നതിൽ ഇങ്ങനെ ഫ്രൈ ആയി വരണം. പുറത്ത് മഴയാണ് കൂട്ടുകാരെ. മഴ നല്ലതൊന്നും അല്ലേ. മഴയും വരും, വെയിലും വരും, കറണ്ടും പോവും, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ അതിൽ കിടന്ന് നല്ല കറക്റ്റ് വെന്ത് വന്നു കേട്ടോ. എന്നിപ്പോൾ ചിക്കൻ്റെ വെള്ളം പറ്റി ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നു. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഇതേ വറുത്ത് വച്ചിരിക്കുന്ന മസാല അതിലോട്ട് ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വറുത്ത് വച്ചിരിക്കുന്ന മസാല. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പെരിഞ്ജീരകം, പട്ട ഒക്കെ ഇടാം കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടില്ല, മുളക് പൊടി മാത്രം വറുത്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം, മല്ലിപ്പൊടിയും കൂടെ വറുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതൊക്കെ ചേർക്കുമല്ലോ, ഗരം മസാലയിൽ ഇതെല്ലാം ചേർത്താണല്ലോ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗരം മസാല ചേർക്കാം, പട്ട, ഗ്രാമ്പൂ ഒന്നും ഇടണ്ട. പക്ഷേ ഇതൊരു ലാവിഷ് കറിയാണ്, അതും നിങ്ങളോട് പറയണം. അപ്പോൾ ചൂടുവെള്ളമാണേ, അത് കഴുകി ചൂടുവെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളത്തിൽ തന്നെ ഇത് കഴിക്കാം. സാധാരണ ചിക്കൻ വയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാറൊന്നുമില്ല കേട്ടോ. എനിക്ക് വെള്ളം ചേർക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കാക്കച്ചി പറഞ്ഞു ഇത് വെള്ളം ചേർത്ത കറി വേണം, കറിയായിട്ട് നിങ്ങൾ വെക്കുന്നില്ല എന്ന് കാക്കച്ചി പറഞ്ഞു. അപ്പം വിചാരിച്ചിട്ട് വെള്ളം ചേർത്ത് തന്നെ വെക്കാം. അമ്മയോട് പറഞ്ഞു, മക്കളെ ഇന്ന് നമുക്ക് വെള്ളം ചേർത്ത് വെക്കാം. അപ്പോൾ ലാസ്റ്റായപ്പോഴത്തേക്കും സവാളയൊക്കെ ഇട്ട് കാശ്മീരി പൊടിയൊക്കെ ആയപ്പോൾ കുറുകി വന്നു കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടെന്നൊക്കെ ഓക്കെയാണ്. അമ്മുക്കുട്ടിയെ കൊടുത്തു, അവൾ ഉപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മമ്മി എരിവ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു,
മക്കളെ ഇച്ചിരി കൂടെ ഇച്ചിരി മാത്രം ഇടാമെന്ന് പറഞ്ഞു. കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിനെ കൂടെ ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറിട്ട് രുചിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴാണ് തക്കാളി ഇടുന്നത് കേട്ടോ. ഒരേ മെത്തേഡിൽ നമ്മൾ വെച്ചിട്ടൊന്നും കാര്യമില്ല കൂട്ടുകാരെ. ഇങ്ങനെ ഫ്രൈഡ് റൈസിന് നല്ല സൂപ്പർ കോമ്പിനേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മു ഇത് പരത്തുകയാണ് കേട്ടോ. നാനിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് പരത്താൻ മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് പരത്തുകയാണ്. അപ്പോൾ ഞാൻ എടുത്തു തരാം മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് വീഡിയോ എടുത്തു കൊടുത്തത്. അതുവരെ അവളാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ വ്യത്യാസം. അവളെടുക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതാണല്ലോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ന്യൂ ജനറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ. ഇപ്പം നമ്മൾ മധ്യവയസ്കരായി എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളും എന്താണ് ഞാൻ ചെറിയ പ്രായമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ചെറിയ കുട്ടിയാണ് കേട്ടോ. അങ്ങനെയാണ്. നന്നായിട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. സത്യമായിട്ടും ഇത് സൂപ്പറാണ്. മല്ലിയിലയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിലിട്ട് വന്നപ്പോഴത്തേക്കും മല്ലിയില തീർന്നു പോയി. കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിങ്ങനെ ആയി വന്നപ്പോഴത്തേക്കും തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ അരമുറി തേങ്ങയുടെ പാലും കൂടെ. ഇതിലാ പറഞ്ഞില്ല ലാവിഷാണെന്ന്. ഇപ്പോൾ തേങ്ങയൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ കറിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ വീണ്ടും 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആഹാ, വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും എല്ലാം കൂടെ അല്ലേ പൊളി തന്നെ. അപ്പോൾ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടട്ടെ. ആഹാ, പൊട്ടി എൻ്റെ പുറത്തൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് തന്നെ. അപ്പം അമ്മ മാറിപ്പോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വറ്റൽമുളക് 2-3 എണ്ണം മുറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കാം. വറ്റൽമുളകിനെയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും മാമിക്ക് പോകാറായി കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചിരുന്നതാണ്. പച്ചവളവും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മാമിക്ക് പോകാറായി. അപ്പം മാമിക്ക് ചിക്കൻ കറി കൊടുത്തയക്കണം. എന്ത് ചെയ്യും? പെട്ടെന്ന് നോക്കുകയും വേണം. അപ്പോൾ ഇത് മൂത്ത് വന്നു. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇതെനിക്ക് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യേണ്ട ഡിഷാണ്. മാമിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചവളവും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നന്നായിട്ട് മൂപ്പിക്കുകയാണ്. നന്നായിട്ട് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് ഇടണം. പക്ഷേ നമ്മൾ അത്ര അങ്ങോട്ട് മൂത്തില്ല കേട്ടോ. മൂത്തു എന്നാലും ചെറിയ ഉള്ളി ഇനിയും കൂടെ മൂക്കണം. കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് എടുക്കണം. കാരണം മാമിക്ക് ബസ് വരാറായി. പിന്നെ മാമിക്ക് ബസ്സില്ല. കുറച്ച് മാമിക്ക് എന്തായാലും വീട്ടിലേക്ക് കൊടുത്തു വിടണം. മാമി കഴിക്കില്ലെങ്കിലും മോനും മാമനും കഴിക്കും. അപ്പോൾ അവർക്കായിട്ട് ഇച്ചിരി കൊടുത്തയക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് വറുത്ത് കറിയെടുത്ത് അതിൽ വെച്ച് ഇതിട്ടു. ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി വറുത്ത് വരണമായിരുന്നു അത്. അപ്പോൾ ഞാനവിടെ ഇരുന്ന് അത് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി അതിനെ ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മാമിയെ തോന്നി, മാമി പെട്ടെന്ന് പോയി പാത്രം എടുത്തിട്ടുണ്ട് മാമി എന്നൊക്കെ പറഞ്ഞു. മാമി പറഞ്ഞു വേണ്ട, ബസ് വരൂലേ. അപ്പോൾ എനിക്ക് പാവം, ഇനിയിപ്പോൾ അവനും കൂടെ കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് അവനും കൂടി കൊടുത്തയക്കാനായിട്ട് പെട്ടെന്ന് ആക്കാം മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സെറ്റായി കറി കുഴപ്പമില്ല, കോരാം. എന്നിട്ട് വീട്ടിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ചെറിയ ചൂടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അവന്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ കറി ഇങ്ങനെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കറി കൂടി സെറ്റായിട്ടപ്പോൾ നമ്മൾ നല്ല വൈകുന്നേരമായി കേട്ടോ. നല്ല വൈകുന്നേരമായപ്പോൾ പിന്നെ ഇനി കുളിക്കണം, അങ്ങനെയൊക്കെ ആയി. പിന്നെ നാനുണ്ടാക്കണമല്ലോ. നാനുണ്ടാക്കാനായിട്ട് കറി അങ്ങ് തണുത്തു. കറി എടുത്ത് മാറ്റി വെച്ചു, വറ്റിക്കുറുകി ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നാനൊഴിച്ച് കല്ല് വെച്ച് കൊടുത്തു. നാനൊഴിച്ചിട്ട് എവിടെയൊക്കെ അതിലൊക്കെ എണ്ണയൊക്കെ വീണുപോയതാണ് കേട്ടോ. അടുപ്പറ്റൊക്കെ കളറൊക്കെ പോയി. ഇത്തിരി ബട്ടറൊക്കെ തേച്ചിട്ട് ചുട്ടെടുക്കണം. അമ്മക്കുട്ടി പെട്ടെന്ന് പരത്തുന്നു, ഞാൻ ചുട്ടെടുക്കുന്നു അങ്ങനെ. അപ്പോൾ 2 എണ്ണമൊക്കെ ആയി. അപ്പോൾ ഞാൻ പറയാം അമ്മ 1 വെച്ചാൽ മതിയാക്കളായെന്ന് പറഞ്ഞു. പെട്ടെന്ന് റെഡിയായി വന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇതെനിക്ക് കറിയോടൊപ്പം കഴിക്കുന്നതൊന്നുമല്ല ഇഷ്ടം, എനിക്കല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് ചൂടായി പൊങ്ങി വന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തെ ചെടിയിൽ നിന്നൊക്കെ ഓരോ ദൃശ്യമൊക്കെ ഇങ്ങനെ അമ്മക്കുട്ടി പകർത്തിയതാണ് കേട്ടോ. ചെടിയുടെയൊക്കെ ദൃശ്യം. എനിക്ക് കുറച്ചധികം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തമായൊരിടം ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ കനകാമ്പരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബൈ.